ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ആമസോണിൽ ലഭ്യമായിട്ടുള്ള ഒരു മാർട്ടൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പവർ സപ്ലൈ ആണ്. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്ത് ഇട്ടിട്ടുള്ള കപ്പാസിറ്റേഴ്സ് നിച്ചിക്കോണിൻ്റെ ആണ്. ഈ കാണുന്ന കപ്പാസിറ്റർ 4700 50 വോൾട്ടിൻ്റെ നിച്ചിക്കോൺ കപ്പാസിറ്റർ, ഒറിജിനൽ കപ്പാസിറ്റർ തന്നെയാണ് അവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടാതെ തന്നെ ഇതിൽ വരുന്ന ഒരു കണക്റ്റേഴ്സൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. ഇതിൽ നല്ല ക്വാളിറ്റിയുള്ള കണക്റ്റേഴ്സ് നമ്മൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന പവർ സപ്ലൈ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് എത്ര വോൾട്ടൊക്കെയാണ് നമുക്ക് ഇതിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് AC നമുക്ക് അതായത് 50 വോൾട്ടിന് താഴെ വരുന്ന, അതായത് ഒരു നമുക്ക് 30/30 അല്ലെങ്കിൽ 27/27 നമുക്ക് ഇതിനകത്ത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മാക്സിമം അവർ ഇട്ടേക്കുന്നത് 50 വോൾട്ട് കപ്പാസിറ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 27/27 ട്രാൻസ്ഫോമർ നമുക്ക് ഇതിൽ കൊടുത്ത് വളരെ ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ 30/30 കൊടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ 50-ന് താഴെ നിൽക്കണം. എപ്പോഴും ഒരു 5 വോൾട്ട് കുറവായിരിക്കണം. ഇപ്പോൾ അതിനകത്ത് ഇട്ടേക്കുന്ന കപ്പാസിറ്റർ 50 വോൾട്ടിൻ്റെ ആണെങ്കിൽ അതിന് 5 or 10 വോൾട്ട് കുറഞ്ഞ് നിൽക്കണം എപ്പോഴും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിച്ചിക്കോണിൻ്റെ 4 കപ്പാസിറ്റർ 4700 UF-ന് 50 വോൾട്ട് 4 കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിനകത്തൊരു ഡയോഡ് വരുന്നുണ്ട്. ഇത് ഒരു ബ്രിഡ്ജ് റെക്ടിഫയറാണ്, അത് ഇവിടെ വരുന്നുണ്ട്. കൂടാതെ കപ്പാസിറ്റി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എടുക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ വെൽ അറേഞ്ച്മെൻറ്റാണ്, മൊത്തത്തിലുള്ള അറേഞ്ച്മെൻറ്റൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതാ ഇവിടെയാണ് വരുന്നത്. പ്ലസ്, ഗ്രൗണ്ട്, മൈനസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ എത്രയും വരുന്നത് പവർ ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ഒരു LED അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 15/015 AC പറയുന്നുണ്ട്. നമുക്കത് വേണമെങ്കിൽ 18/018 ഒക്കെ ആക്കാം, കുഴപ്പമില്ല. 20/020 നമുക്ക് പറ്റത്തില്ല, കാര്യം കുറച്ച് വോൾട്ട് കൊടുക്കുന്നുണ്ട്. റെഗുലേറ്റർ ഐസി താങ്ങില്ല, ഓവർ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ റെഗുലേറ്റർ ഐസി 30 വോൾട്ട് വരെയൊക്കെ നമുക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത്. എന്നാലും നമുക്കത് വേണ്ട. ഇവിടെ 15/015 അവർ പറയുന്നുണ്ട്. 18/018 കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെ 18/018 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടിപ്പുറത്ത് 15/015 ഇവിടെ ഇട്ടേക്കുന്നത് 78 15 79 15 റെഗുലേറ്റർ ഐസി ഇട്ടിട്ടുണ്ട്. ഹീറ്റ് സിങ്കിൻ്റെ ഇവിടെ അവൈലബിൾ അല്ല, അത് നമ്മൾ ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇവിടെ 15/015 ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടും. ഇതൊരു റെഡിമെയ്ഡ് പവർ സപ്ലൈ ആണ്, ഞാൻ പറയാൻ മറന്നു. റെഡിമെയ്ഡ് പവർ സപ്ലൈ ആയിട്ടാണ് ആമസോണിൽ വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 വോൾട്ട് റെഗുലേറ്റർ ഇടാനുള്ളൊരു ഓപ്ഷൻ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 78/05 അല്ലെങ്കിൽ 78/12 ഇട്ടാൽ നമുക്ക് അതുവഴി ഒരു 5 വോൾട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 5 വോൾട്ട് USB മോഡലിൽ ഒരു 5 വോൾട്ട് വേണമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 5 വോൾട്ട് റെഗുലേറ്റർ ഐസി നമ്മൾ വാങ്ങിയിടണം. എന്നിട്ടൊരു ഹീറ്റ് സിങ്ക് അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 വോൾട്ട് നമുക്ക് ഇതുവഴിയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തോടെ പ്ലസ് 5 ഗ്രൗണ്ട്, ഒരു 5 വോൾട്ട് നമുക്ക് ഇതുവഴി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. ഇട്ടിരിക്കുന്ന കമ്പോണൻസ് നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസാണ് അവർ ഇട്ടിട്ടുള്ളത്. ആമസോണിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രൈസ് ആമസോണിൽ വരുന്നത് 529 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇപ്പം കാണിക്കുന്നത്. ഞാൻ അന്ന് വാങ്ങിയപ്പോൾ ഇവിടുത്തെ റെഗുലേറ്റർ ഐസി ഇല്ലായിരുന്നു, 5 വോൾട്ട് റെഗുലേറ്റർ ഐസി അവർ ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ റെഗുലേറ്റർ ഐസിയും കൂടെ വരുന്നുണ്ട്. 5 വോൾട്ടിന് റെഗുലേറ്റർ ഐസി അവർ ഇട്ടിട്ടുണ്ട്. അവിടെ ഹീറ്റ് സിങ്ക് വരുന്നില്ല, നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നല്ലൊരു പവർ സപ്ലൈ ആണ്. നല്ല PCBയിൽ തന്നെയാണ് അവർ നല്ല ക്വാളിറ്റിയുള്ള PCBയിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഞാൻ പിന്നെ ഇതിൽ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ റെഗുലേറ്റർ ഐസി ഒക്കെ ഇട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് 12 വോൾട്ടും 5 വോൾട്ടൊക്കെ റെഗുലേറ്റർ ഐസി ഞാൻ ഇട്ട് വർക്ക് ചെയ്യിപ്പിച്ചു. ഒരാവശ്യം വരുമ്പോൾ ഇട്ട് നോക്കി വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. ബാക്ക് സൈഡിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോൾഡർ ചെയ്തിട്ടുണ്ട്. റെഗുലേറ്റർ ഐസികളൊക്കെ മാറ്റി വർക്ക് ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ബോർഡ് തന്നെയാണ് ഈ ഒരു ബോർഡ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പവർ സപ്ലൈ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. അത്യാവശ്യം ചാനലിനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ ആംപ്ലിഫയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും. ഇല്ലെന്നുണ്ടെങ്കിൽ TD2030 TD2050 7294 പോലുള്ള IC ഉപയോഗിച്ച് സബ് ഊഫറിൻ്റെ ആമ്പ് ചെയ്യുന്നവർക്ക് ഇത് ഉപകാരപ്പെടും. ട്രാൻസിസ്റ്റർ 5200-1943 ഉപയോഗിച്ചിട്ടുള്ള ആമ്പുകളൊക്കെ ചെയ്യുന്നവർക്ക് ഇത് പറ്റത്തില്ല. കാര്യം 4700 UF പറ്റില്ല എന്നുള്ള വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ചില ആൾക്കാർ 15,000 UF ഒക്കെ ഇടുന്ന രീതിയിൽ അത് കുറച്ച് ഹെവി ആമ്പുകൾക്കാണ് അത് യൂസ് ചെയ്യുന്നത്. അതുപോലത്തെ ഹെവി ആമ്പുകൾക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ചാനലിന് ലെഫ്റ്റ് റൈറ്റ് ചാനലിനും പിന്നെ ചെറിയൊരു 100 വാട്ടിനകത്തുള്ള സബ് ഊഫർ ആമ്പുകൾക്ക് നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെയുള്ള നല്ലൊരു റെഡിമെയ്ഡ് PCB ആണ്, നല്ല PCB ആണ്, നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ആണ്. നിച്ചിക്കോൺ കപ്പാസിറ്റർ നമുക്കിവിടെ കിട്ടുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ആമസോണിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്ക് നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.